സുഭേഷ് കുൽദീപാലയുടെ 1001 കവിതകൾ ഭാഗം 7. ദുർബലം. ഉച്ചത്തിൽ കരഞ്ഞിട്ട് എന്തു കാര്യം? ദുർബലമായി പോയപ്പോഴെല്ലാം സർവശക്തിയും കുടഞ്ഞെടുത്ത് കരച്ചിൽ കൊണ്ട് മൗനത്താൽ പ്രതികാരദാഹിയായത്. വേവ്. വെന്തെരിഞ്ഞപ്പോഴൊന്നും തളർന്നില്ല. കത്തിയെരിഞ്ഞ് അമർന്നൊരുടലിൻ്റെ സഞ്ചാരം കാലങ്ങൾക്കപ്പുറത്ത് രേഖപ്പെടുത്തിയത് അവിടെ നിന്നാണ്. ആസുരം. തെളിഞ്ഞ് വക്രതയിലെത്തിയപ്പോഴാണ് രാക്ഷസജന്മങ്ങൾ മാനുഷവംശത്തിൽ പിറന്ന് അക്രമാസക്തരായത്. ആരാധ്യം. ഭാഗ്യഹീനത കൊണ്ട് തിളക്കം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളിൽ മുത്തമിട്ടപ്പോഴാണ് മിഴികൾ കൊണ്ട് വാക്കുകൾ വീരചരിതം രചിച്ചത്. ഹതഭാഗ്യം. കഴിയാതെ വന്നപ്പോഴാണ് മനസ്സ് തളർന്ന് ശരീരം ബലി നൽകി ജീവിതത്തിന് ചോര ചാലിച്ച് നിറം നൽകിയത്. മെഴുകുതിരി. ഉരുകിത്തീരുവോളം അറിഞ്ഞില്ല മാലിന്യങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞ ഹൃദയമായിരുന്നുവെന്ന്. സ്നേഹോപഹാരം. വലിച്ചെറിയുവോളം തിരിച്ചറിഞ്ഞിരുന്നില്ല പുറത്തേക്കൊഴുകിയത് വിശാലമായ മനസ്സിൻ്റെ വിശുദ്ധിയുടെ രക്തമായിരുന്നുവെന്ന്. സ്നേഹസ്പർശം. പിറക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും എന്തിനാണ് വിശുദ്ധിയുടെ പേരിൽ പ്രണയത്തിന് കാമലേപനം പൂശി വിൽപ്പനയാരംഭിച്ചത്? അടിത്തറ. അടിസ്ഥാനം അറിഞ്ഞ് പടുത്തുയർത്തിയപ്പോഴാണ് കൂടാരങ്ങളെല്ലാം മോഹങ്ങളാൽ ഉയർത്തപ്പെട്ടത്. യശസ്സ്. ശിരസോളം ഉയർത്തിയത് പ്രശസ്തിക്കപ്പുറം ഉയരങ്ങളിലേക്കുള്ള ജൈത്രയാത്രയിലൂടെയുള്ള തുടക്കമാണ്. സാക്ഷാത്കാരം. പരിപൂർണതയിലെത്തിയത് വിശ്വാസപ്രമാണങ്ങൾക്കപ്പുറം മികവിൻ്റെ നിർവചനങ്ങൾക്ക് നിറങ്ങൾ ചാർത്തിയപ്പോഴാണ്. പൂർണ്ണത. ആകൃഷ്ടമായതിനെ വർണ്ണങ്ങളിൽ വാഴ്ത്താതെ യാഥാർത്ഥ്യങ്ങളിൽ ഉണ്ടാക്കിയപ്പോഴാണ് ആകാരം വെടിഞ്ഞ് മൗനം പുറത്തേക്കിറങ്ങിയത്. ക്ഷുരകൻ. ഓരോ അണുവിലും വേദനകളേൽപ്പിച്ച് ഒറ്റുകാരനായപ്പോൾ ഓർത്തില്ല പിറക്കുന്ന വേദനയ്ക്കുണ്ടൊരു പ്രതികാരമെന്ന്. ക്ഷൗരം. കീറി മുറിച്ചപ്പോൾ അറിഞ്ഞില്ല നോവേറ്റ അളകത്തിൻ്റെ തീരാവിങ്ങലുകൾ ലാളനകൾക്ക് മൗനത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നുവെന്ന്. ലിപ്പ്. മുഖമൊന്നും മറക്കാനാണ് ചുണ്ടിനെ മിനുക്കിയെടുത്തത്. പല്ലുകൾ നിറഞ്ഞ് വായടക്കം നിറഞ്ഞപ്പോഴാണ് ചുണ്ടുകളിൽ വിഷം തീണ്ടിയത്. സൂചന. എവിടേക്കെന്നറിയില്ലായിരുന്നു നിറഞ്ഞു തുളുമ്പിയത് മധുരമാണെന്നറിഞ്ഞ് ആർത്തി പൂണ്ടവർ കുത്തിക്കീറാൻ ശ്രമിച്ചത്. വിലക്ക്. മതിൽ കെട്ടിയത് കൊണ്ടൊന്നും മറുപടിയായില്ല. മാളത്തിനപ്പുറത്ത് നിന്നൊരു എത്തിനോട്ടം അവസാനിക്കുന്നില്ലെന്നറിഞ്ഞ് ജാഗ്രതയോടെ ഉണർന്നത്. വിസിൽ. കാഹളമൂതിയത് ആദ്യപടി മാത്രമായിരുന്നു. പിന്നെ ഓരോന്നോരോന്നായി തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആദ്യ മരണത്തിൻ്റെ വിസിൽ മുഴങ്ങിത്തുടങ്ങിയിരുന്നു. ഉരുക്കം. വിയർത്തൊലിച്ചിട്ടും വേനലുരുക്കത്തിൽ മഴത്തുള്ളി പോലെ പുഞ്ചിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? തേരോട്ടം. പുറപ്പാടെത്ര കഴിഞ്ഞിട്ടാണ് ലക്ഷ്യങ്ങളിലെത്തും മുമ്പേ ദുർബലതകളും ദൗർബല്യങ്ങളും പിറന്നത്.